5 പേര് സെലക്ട് ചെയ്തതിൽ നിന്ന് നമ്മുടെ പടവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അനുയോജ്യമായിട്ട് നിൽക്കുന്ന പേരെന്നാണ് പ്രകമ്പനം. കുറെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ശരിക്കും. അതൊക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നി ഇതിന് പറ്റിയ വൈബുള്ള പേര് തന്നെയാണ് പ്രകമ്പനം. സൗണ്ട് പോയതാട്ടോ, ബേസിൽ സംസാരിക്കുന്നല്ല. ഡയറക്ടർ കൊടുക്കുന്ന സംഭവങ്ങൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് ഈ പരിപാടി എന്താണെന്നുള്ളത്. യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല. യൂഷ്വലി പോകുന്ന ഒരു പരിപാടി അല്ല. ഹോസ്റ്റലിൽ നിന്നുണ്ട് എല്ലാരും. ഞാൻ നിന്നിട്ടില്ല, ഞാൻ കോളേജിലേ നിന്നിട്ടില്ല. പണി കഴിഞ്ഞ് ഭയങ്കര വെറുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് പോയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റേഷൻ എന്താ? അനുഭവമുണ്ട്. പറഞ്ഞോ. ഈ പടത്തിൽ തന്നെ അനുഭവം. അവിടുന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞ കൂട്ടത്തിൽ നവാസ്കയും ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ എല്ലാം ബായി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം, വീട്ടിൽ പോകേണ്ട ചെറിയ പരിപാടി ഉണ്ട് എന്നിട്ട് ഇറങ്ങിപ്പോയതാണ്. ആ നവാസ്കനെ പിന്നെ നമ്മൾ കണ്ടില്ല. നമ്മളായിട്ട് ഇതിൽ ഒരു അടികപ്പേരെ കൂട്ടുകൂടി ഉണ്ടെന്നോ രോമാഞ്ചം നിങ്ങൾ പെർസീവ് ചെയ്താണ്, ജനങ്ങൾ പെർസീവ് ചെയ്യുന്നതാണ്. ഇത് എങ്ങനെ ആയിരിക്കാം എനിക്ക് തോന്നുന്നില്ല. എന്റെ കഥാപശ്ചാത്തലം പരിപാടിയായിട്ട് അത് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അവതാറിന്റെ ഒരു പരിപാടി ഭയങ്കര ഇഷ്ടം. അവരാ കുതിരയാ ആ ഒരു ബോഡി പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പടം കണ്ടിട്ടില്ല. ക്യൂ സ്റ്റുഡിയോയിൽ ടീം പ്രകമ്പനമാണ്. ഡയറക്ടർ വിജേഷ്, ഗണപതി, സാഗർ, അമീൻ, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. എല്ലാവരും സുഖമായിട്ട് ചില്ലായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു ഹൊറർ കോമഡി സിനിമ എന്നൊക്കെ പറയുന്നത് നമ്മൾ കടയിൽ പോയിട്ട് ബീഫും പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് നമുക്ക്. അതിൻ്റെ ഹൊറർ എന്നൊരു ജോണറിൻ്റെ കൂടെ കോമഡിയും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഇപ്പം നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സുലൈമാനി ആവാം, ഒരു പപ്പടം ആവാം, ഒരു അച്ചാറാവാം. നിങ്ങളൊക്കെ അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും. ആദ്യം തന്നെ ഡയറക്ടർക്ക് അതിനൊരു ഹാറ്റ്സ് ഓഫ്. ഈ ഒരു ടീമിനെ ആ ഒരു ബന്ധം പോലെയാണ്. ഞാൻ മറ്റേ അടിപൊളിയാക്കിയതാണ്. ഞാൻ പൊറോട്ട അത്രയും നല്ലൊരു കോമ്പിനേഷൻ കൊണ്ടുവരുന്നത്. സോ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ പേരിലേക്ക് വന്ന് എന്താണ് ഈ പ്രകമ്പനം? പേര് നമ്മൾ ആദ്യം കുറെ പേരുകൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് വന്നു. 5 പേര് സെലക്ട് ചെയ്തതിൽ നിന്ന് നമ്മുടെ പടവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അനുയോജ്യമായിട്ട് നിൽക്കുന്ന പേര് തന്നെയാണ് പ്രകമ്പനം. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമും എൻ്റെ റൈറ്ററുടെ ശ്രീഹരി, നമ്മുടെ ഓൾ ടീമുമായിട്ട് നമ്മൾ ലാസ്റ്റ് എടുത്ത ഡിസിഷനാണ് പ്രകമ്പനം. എന്തുകൊണ്ട് നമ്മുടെ പടത്തിൻ്റെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് പ്രകമ്പനം. അത് അതിൻ്റെ ഈ സബ്ജക്റ്റ് തുടക്കം തൊട്ടേ നമുക്ക് ഓരോ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് റിയൽ കുറെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ശരിക്കും. അതൊക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നി ഇതിന് പറ്റിയ വൈബുള്ള പേര് തന്നെയാണ് പ്രകമ്പനം. അങ്ങനെയാണ് ലാസ്റ്റ് പ്രകമ്പനം. സൗണ്ട് പോയതാട്ടോ, ബേസിൽ സംസാരിക്കുന്നല്ല. ഡയറക്ടർ കൊടുക്കുന്ന വോയിസ് പോയതാ. ഇത് മറ്റേ സൂപ്പർ നാച്ചുറൽ എഫക്ട് ഒന്നല്ല, നിങ്ങളുടെ കൂടെ പണിയെടുത്തിട്ടാണോ? ഒരു ഹൊറർ സിനിമയാകുമ്പോൾ ഇങ്ങനത്തെ കുറെ എലമെന്റ്സ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. അതൊന്നല്ല, നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു ഹൊററിന്റെ കൂടെ റിയലില് പടം ചെയ്താൽ പോലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ 3 ഹൊററുകൾ ഉണ്ടല്ലോ, ഇവന്മാരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കുറച്ച് ഇതിനെക്കാട്ടി ശബ്ദം നല്ല മൈലേജ്, ഒരു വീട്ടില് 3 ആൺകുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥ അതിന്റെ എല്ലാ വികൃതികളും ഇവര് സെറ്റിലുണ്ടാക്കി. ചില വീട്ടിൽ അച്ഛന്മാരുണ്ടല്ലോ ഭയങ്കര അഴുക്ക ചെറുക്കൻ. പക്ഷെ അടിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. വളരെ അച്ചടക്കത്തോട് കൃത്യം സമയങ്ങളിൽ എത്തുക, കൃത്യസമയങ്ങൾ അവരുടെ ജോലി കൃത്യസമയങ്ങളിൽ ചെയ്യുക. രാത്രി 2 മണിയാണെങ്കിലും 3 മണിയാണെങ്കിലും ഞാൻ മൊത്തത്തിൽ എനർജി ഔട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്റെ അടുത്തോണ്ട് എന്നുള്ള വൈബുള്ള പിള്ളേരാണ്. വെറുതെ പറഞ്ഞാണ്, ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അവന്മാരെ വെച്ച് പടം സത്യമായിട്ടോ ഇവർ എത്തിക്കൊണ്ട് പറയല്ല. എന്റെ കൂടെ പടം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ടീമിന്റെ കൂടെ ഞാൻ പറഞ്ഞത് പടം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര വിഷമായിരുന്നു. പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എന്റെ റൈറ്ററോട്
നമുക്ക് അടുത്തൊരു പരിപാടി ഇവന്മാര് വെച്ചിട്ടൊന്ന് പ്ലാൻ ചെയ്യാം. അതിന്റെ അടുത്തൊരു അപ്പൊ അതിനുള്ള ഒരു അല്ലേ പ്രകമ്പനം പാർട്ട് 2 ആ പ്രകമ്പനം 2 നടക്കട്ടെ നടക്കട്ടെ. ഇട്ട് കൊടുത്തോണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. നൈസ്. ഗണപതിയുടെ ഒരു ഹൈ എന്തായിരുന്നു പ്രകമ്പനത്തിലേക്ക്? ഒന്നാമത് ഈ ഹൊറർ കോമഡി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ആ ഹൊറർ സബ്ജക്ട് തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഹൊറർ കോമഡിയിൽ നിന്ന് യൂഷ്വൽ ഒരു വേറെ തന്നെ ഒരു അപ്രോച്ചാണ് ഇവര് ഈ ഇതിന്റെ ഒരു ബേസ് പരിപാടി ഉള്ളത്. യൂഷ്വലി കണ്ടുവരുന്ന ഒരു പരിപാടിയിലല്ല ഇതിന്റെ ഇവരുടെ ഒരു അപ്രോച്ച് ഈ സിനിമയോടുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ ഒരു ഔട്ട്ലുക്കിൽ പെട്ടെന്ന് ഒരു ഹോസ്റ്റൽ കോമഡി സിനിമയായിട്ട് തോന്നാം. മുമ്പ് റെഫറൻസ് ഒക്കെ ഒരുപാട് സിനിമകളിൽ ഒരു, പക്ഷെ ഇവരുടെ അപ്രോച്ചും അതിനെ കൈകാര്യം ചെയ്തതിന്റെ ഒരു പരിപാടിയും പിന്നെ അതിന്റെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ട് നമ്മൾ നേരിടേണ്ടി വരുന്നത് സംഭവങ്ങൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് ഈ പരിപാടി എന്താണെന്നുള്ളത്. യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല, യൂഷ്വലി പോകുന്ന ഒരു പരിപാടി അല്ല. അപ്പൊ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റ് ആയത്. പിന്നെ നല്ല ടീമാണ്, സാഗറുണ്ട്, അമീനുണ്ട്, നല്ല സ്ക്രിപ്റ്റ് ആണ്, വിജേഷും പിന്നെ പ്രൊഡക്ഷൻ ആയാലും എല്ലാം കൊണ്ടും ഒരു ഇത് തോന്നി. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വെച്ചു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ മഹാരാജാസ് കോളേജിൽ ഷൂട്ട്. അത് പഠിക്കാൻ പറ്റിയില്ല. അതെ അങ്ങനെ അതെ മഹാരാജാസ് കോളേജിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വൈകുന്നേരം കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഹോസ്റ്റലിൽ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തു, കോളേജിലും ഷൂട്ട് ചെയ്തു. ഹോസ്റ്റലിൽ നിന്നുണ്ട് എല്ലാരും? ഞാൻ നിന്നിട്ടില്ല, ഞാൻ കോളേജിലേ നിന്നിട്ടില്ല. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, എന്നാൽ പോലും അധിക സമയം കോളേജ് ടൈമിൽ ലീവ് എടുത്ത് എറണാകുളത്ത് സിനിമ എന്നുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് കോളേജ് ലൈഫ് അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതായത് കുഞ്ഞുനാളില് ബാഗ് ഇട്ട് പോകുമ്പോ തന്നെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അപ്പൊ അച്ഛൻ പറയും, മോനെ നമ്മൾ ക്ലാസ്സിലേക്കല്ല, ഇന്ന് അവിടെ ഷൂട്ട്. ക്ലാസ്സിൽ വന്നിട്ട് ചോറ്റു പാത്രവും ബാസ്കറ്റ് എടുത്തിട്ട് ഇറങ്ങും. ഇറങ്ങിട്ട് പോകുന്ന വഴിക്ക് അച്ഛാ സ്കൂൾ ഇങ്ങോട്ടല്ലേ അങ്ങോട്ടല്ലേ അവിടെ ഷൂട്ട് ഉണ്ട്. അങ്ങനെ ചെറുപ്പം തൊട്ടേ പഠനത്തിലോട്ട് പോവാണ്, നേരെ സിനിമയിലോട്ട് കയറി ചെന്നൊരു. ഇല്ല, നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ കണ്ടു, എല്ലാ അവാർഡും പോയത് മഞ്ഞുമല്ലിലേക്കാണ്. ഹാറ്റ്സ് ഓഫ്. സാഗറിന്റെ ഒരു ഹൈ എന്തായിരുന്നു പ്രകമ്പനത്തിലേക്ക്? എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെ ഈ ഗ്രൂപ്പ്, ഈ 3 പേരുടെ കൂടെയുള്ള വർക്കിംഗ്? അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് എല്ലാ സിനിമകളും ഇത്ര ഫണ്ണായിട്ട് നമുക്ക് കിട്ടുന്നില്ല. എല്ലാ ആർട്ടിസ്റ്റിലായിട്ട് ഒരു സിങ്ക് വേണം. ഈ പടത്തിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഹൈ എന്ന് പറയുന്നത് എന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇതിലെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് അത് വിജയ് ചേട്ടനാണെങ്കിലും ശ്രീഹരി ബ്രോ ആണെങ്കിലും എന്റെ റൈറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ സിനിമകളിലും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സിനിമയിലെ സബ്ജക്റ്റുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇത് ഹ്യൂമർ ആയ കാരണം, ചിലപ്പോൾ ഹ്യൂമർ ആയ കൊണ്ട് മാത്രം അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എല്ലാ ആൾക്കാരും ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അത് സിനിമയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി ജനങ്ങൾ കണ്ട് തീരുമാനിക്കണം. തീർച്ചയായിട്ടും. ഐ മീൻ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ അത്രയും ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാണുന്ന നമ്മള് ഷോർട്ട് ഫോം വീഡിയോസ് ഒന്നും ലോങ് ഫോം വീഡിയോസ് ഒക്കെ നമുക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എങ്ങനെയായിരുന്നു പ്രകമ്പനത്തിലെ ആ ഒരു ഹ്യൂമർ ഹാൻഡ്ലിങ്, ഇതിലേക്കുള്ള ഒരു ഹൈ ഒക്കെ? എനിക്ക് ആ കോൺഫിഡൻസ് തന്നെയാണെന്ന് തോന്നുന്നു വിജയ് ചേട്ടൻ ഈ ക്യാരക്ടറിലോട്ട് ഇട്ടത്. കാരണം ഒരു ത്രൂ ഔട്ട് കോമഡി പരിപാടി തന്നെയാണ് ഇതിനകത്തും പിടിച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഇതിനുള്ള ഹൈ എന്ന് പറഞ്ഞ കാരണം സിനിമയിലോട്ട് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ തുടക്കം തന്നെ എനിക്ക് ത്രൂ ഔട്ടായിട്ടൊരു ക്യാരക്ടർ കിട്ടി. അതന്നായിരുന്നു എനിക്ക് ഈ പടത്തിന്റെ. പിന്നെ ഇതിന്റെ ഈ സ്റ്റോറി എനിക്ക് കേട്ടപ്പോൾ തന്നെ ഓക്കെ പരിപാടി ഉണ്ടല്ലോ എന്നുള്ള ഇതിലാണ് കമ്മിറ്റ് ആക്കണം. പിന്നെ സീനിയർ ആക്ടേഴ്സ് എന്റെ അമ്മോ ഞാൻ ഏജിന്റെ അത്ര എക്സ്പീരിയൻസ് ഇതെല്ലാം ഇന്റർവ്യൂലും പറയണ്ടല്ലോ, ഏജ് 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 എന്നുള്ളത്. എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക്. അത് ഇത് കാണുന്നവർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഏജ് തോന്നുന്നുണ്ടോ? ഉണ്ട്, തോന്നുന്നുണ്ട്. എന്റെ ഏജ് ഒക്കെ കഴിഞ്ഞ പടത്തിന്റെ ഇതില് പുറത്തായത്. ഹൊറർ കോമഡി എന്നുള്ളൊരു ജോണറൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്, നമ്മൾ മലയാളീസ് പോസ്റ്റ് കോവിഡ് ഒക്കെ എല്ലാ ടൈപ്പ് ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആൾക്കാർ. അതിപ്പോ ത്രില്ലർ ആവട്ടെ, ക്രൈം ആവട്ടെ, ഹൊറർ ആവട്ടെ, കോമഡി ആവട്ടെ, നമ്മൾ മലയാളികൾ കാണാത്ത സിനിമകളില്ല ആക്ച്വലി. സോ ഇതിന്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് കുറേ അധികം ഫാക്ടേഴ്സ് ഒരു നോർമൽ ഓഡിയനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് റിക്വയർ ആയിട്ട് വരും. പണ്ടത്തെ കോമഡി നമുക്ക് ഇപ്പോൾ വർക്ക് ആവണമെന്നില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് മേ ബി ജെൻസി ഇൻവോൾവ്മെന്റ് ഒക്കെ വേണ്ടി വരും. സോ ഈ ഒരു എലമെന്റ്, ഈ ഒരു ത്രെഡ് എത്രത്തോളം ഈ ഒരു സിനിമയും ഈ ഒരു സ്റ്റോറിയും നിങ്ങളെ ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എൻ ആക്ടർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്? അല്ല, എനിക്ക് ഞാൻ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതെങ്ങനെ ജനങ്ങൾ കാണുന്നു എന്നുള്ള രീതിയിലാണ് ഞാനെങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു സ്ക്രിപ്റ്റിനെ അപ്രോച്ച് ചെയ്യുക. എന്നെ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക.
അപ്പോ ഈ പറഞ്ഞ പോലെ അത് ആക്ച്വലി അത് എന്താ പറയണ്ടേ, ഇപ്പൊ അത് ഡയറക്ടറാണ് ഒരു സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ അത് എങ്ങനെ ആൾക്കാരെങ്ങനെ കൺസീവ് ചെയ്യും, ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇത്. പക്ഷെ ആസ് ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ക്യാരക്ടറും എനിക്ക് ആ സിനിമ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ ഈ ഹൊറർ കോമഡി ആയാലും ഈ ഡാർക്ക് ഹ്യൂമർ കോമഡി ആയാലും, ഇപ്പൊ ജാനമൻ ഡാർക്ക് ഹ്യൂമർ, ഇതെല്ലാം ഏകദേശം ഒരേ ഒരു സീരിയസ് സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ എന്താ പറയണ്ട ഈ ഹ്യൂമറിൽ പ്രസന്റ് ചെയ്യാം, ക്യാരക്ടേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു പരിപാടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ജേണറിനോട് എനിക്ക് എപ്പോഴും ഒരു താല്പര്യമുള്ള, കാരണം നമുക്ക് ചില സത്യങ്ങളൊക്കെ വളരെ ഹ്യൂമർ രീതിയിൽ വിളിച്ചു പറയാൻ പറ്റും വിത്തൗട്ട് എനി പ്രശ്നങ്ങൾ. ഹ്യൂമറില് പണ്ടത്തെ ഒരുപാട് സിനിമകൾ നമുക്കിപ്പോ സർക്കാസം നമുക്ക് നല്ല രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും ജനങ്ങളിലേക്ക്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ എടുക്കാൻ കുറച്ചും കൂടെ എന്താ പറയണ്ട, ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മൾ ഡയറക്റ്റ് ഒരു വിഷയം സീരിയസ് ആയിട്ട് പറയുന്നതും അത് ഹ്യൂമറൽ രീതിയിൽ ആൾക്കാർക്ക് പരിപാടി പിടിയിട്ടും എന്നല്ല അവർ എൻജോയ് ചെയ്യും. അപ്പൊ അതാണ് ഇങ്ങനത്തെ ജേണേഴ്സിന്റെ ഒരു എനിക്ക് ഇഷ്ടം തോന്നിയത്. അപ്പം അതാണ് എന്നെ മെയിൻ ആയിട്ട് ഈ പടത്തിൽ അട്രാക്ട് ചെയ്യാൻ കാരണം. അത് നമ്മൾ എവിടെയൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ, കുറച്ച് സീരിയസ് നമ്മള് ഹ്യൂമറിലെ കൂടി പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അതെ അതെ, ഞാൻ എക്സൈറ്റ്മെന്റ് തന്നെ. പണി കഴിഞ്ഞ് ഭയങ്കര വെറുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് കിട്ടിയ പ്രൊജക്ട് ചെയ്യാ അല്ല, പണി കഴിഞ്ഞതിന് ശേഷം കുറെ സ്ക്രിപ്റ്റുകൾ വന്നിരുന്നു. എനിക്ക് അധികം ക്യാച്ച് ചെയ്യുന്നില്ല. ഇതിന്റെ ഓപ്പോസിറ്റിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം. കറക്റ്റ് ചൂസ് ചെയ്തിട്ടൊരു സ്ക്രിപ്റ്റാണ് ആയിരുന്നു പ്രകമ്പനം. നല്ല രീതിയിൽ വരുന്ന വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കാർത്തിക് സുബ്രാജ് ആണെങ്കിലും സ്റ്റോൺ ബെഞ്ച് പോലത്തെ ഏറ്റെടുക്കുന്നതിന് അവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അവരൊന്നും കാണാണ്ട് ഇങ്ങനത്തെ ഒരു പടത്തിന്റെ വലിയൊരു ഭാഗമാവില്ല. അപ്പൊ അവര് ചെയ്യുന്ന ഫസ്റ്റ് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ പ്രകമ്പനമാണ്. അപ്പൊ അത് ഇതിന്റെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രകമ്പനം സിനിമയുടെ. അമീന്റെ ഒരു ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ എളിമ പിടിച്ചിട്ട് വേറെ പരിപാടിയാ പറയാതെ കഴിഞ്ഞപ്പോഴത്തേക്ക് മോട്ടിവേഷൻ വീഡിയോസ് വരുമല്ലോ, മറ്റേ വേറെ മ്യൂസിക് ഒക്കെ ഇട്ട് വരുന്ന ചില പോർഷൻ ഒക്കെ ഉണ്ടല്ലോ ഇന്റർവ്യൂ. ഈ ഹൊറർ സിനിമകൾ ചെയ്യുന്ന സമയത്ത് കുറെ സൂപ്പർസ്റ്റിഷൻസ്, കുറെ ഹൊറർ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിന്നൊക്കെ പല സെറ്റുകളിൽ നിന്നും പല സ്റ്റോറീസ് ഒക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൊറർ നമ്മുടെ സെറ്റിൽമെന്റ് ഹൊറർ സ്റ്റോറീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര അന്ധവിശ്വാസത്തോടുകൂടെ മണ്ടത്തരം കൊണ്ട് നമ്മൾ വിശ്വസിച്ച് പോയിട്ടുള്ള ചില സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്. ഇൻ പേഴ്സൺ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് പോയിട്ടുള്ള ഒരു സൂപ്പർസ്റ്റിഷൻ എന്താ? ഡയറക്ടർ അനുഭവമുണ്ട്. പറഞ്ഞോ. ഈ പടത്തിൽ തന്നെ അനുഭവമുണ്ട്. അതായത് എനിക്ക് നമ്മള് തൃപ്പൂണിത്തുറ ഷൂട്ട് ചെയ്യുന്ന സമയം, അന്ന് നമ്മള് സാധാരണ 9-9:30 പോകുന്നതെന്ന് നമ്മളൊരു അന്ന് ഒരു 7 മണിയോടുകൂടി അന്ന് പാക്കപ്പായി നമ്മളെല്ലാവരും റൂമിലോട്ട് പോയി. അപ്പൊ നമ്മള് ഞാൻ സാഗർ ഗണു ഫ്ലാറ്റിൽ പോയിരുന്നു അല്ലേ. ഞങ്ങള് ഇവിടെ സ്റ്റാർലൈറ്റ് ആണ് താമസം. അപ്പൊ എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്ന സമയത്ത് ഞാൻ താഴെ നിന്നിട്ട് നമുക്ക് സാഗറും എവിടെ പോയിട്ട് അല്ല നൈറ്റ് ഒരു 10 o'clock കൂടിയാണ് സാഗറും വന്ന് താഴെ. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ സുഹൃത്ത് ഒരു ആക്ടർ മനോജ് കെ എന്നൊരു ആക്ടർ ഉണ്ട്. പുള്ളി വേറൊരു പടത്തിന് പ്രൊമോഷനായിട്ട് അവിടെ വന്നു. പുള്ളിയും ഞങ്ങള് സംസാരിച്ച് ഏകദേശം ഒരു 12 മണി വരെ നമ്മൾ സംസാരിച്ചതിന്റെ താഴെ നമ്മൾ നേരെ എല്ലാവരും അവരുടെ റൂമിലൊക്കെ മടങ്ങി. അന്ന് പോയി ഫ്രഷായി കിടന്ന് ഉറക്കം വരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ എഴുന്നേറ്റിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും എന്താണ് നാളെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ തലേദിവസം സ്ക്രിപ്റ്റിൽ ഒന്നിരിക്കും, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ നോക്കാറുണ്ട്. ഇതിപ്പോ നാളെ ചെയ്യാൻ പോകുന്നത് നോക്കേണ്ട കാര്യമില്ല അന്ന്. അതുകൊണ്ട് അത്ര സമയം ഇവരോട് സ്പെൻഡ് ചെയ്തിട്ട് കിടന്നു വന്നിട്ട് ഉറക്കം വരുന്നില്ല. വീണ്ടും എന്നിട്ട് സ്ക്രിപ്റ്റ് റീഡ് ചെയ്തു നാളെ എടുക്കാൻ പോകുന്നത്. എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു വീട്ടിനകത്ത് ഒരു 3 ദിവസം പ്ലാൻ ചെയ്ത ഒരു സീനായിരുന്നു. ആ സീൻ എനിക്ക് തോന്നി ഈ സീൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഇത് 3 ദിവസം ഇവിടെ ഇതിന്റെ ആവശ്യമില്ല, ഇതിൽ തിരുത്തണം. എനിക്കത് എന്നെ തോന്നിപ്പിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. സത്യം പറയാം, സ്ക്രിപ്റ്റിനകത്ത് ഇരുന്ന് ഏകദേശം ഒരു വെളുപ്പിന് 4 മണി വരെ ഞാൻ ഉറക്കി പണിയെടുത്ത് നമ്മളിരുന്നു സെറ്റ് ചെയ്ത്. വൈഫ് എന്നെ ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നത് കിടക്കുന്നില്ല, ഞാൻ നീ കിടന്നോ, കുഴപ്പമില്ല പണിയുണ്ട്. നേരെ രാവിലെ സെറ്റിലോട്ട് പോകുന്നു. ആദ്യം എൻ്റെ റൈറ്ററെ വിളിക്കുന്നു, അതോടൊപ്പം തന്നെ ചീഫ്, ക്യാമറമാൻ, ഇവരൊക്കെ എൻ്റെ മൊത്തം ക്രൂവിന് ഞാൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. സ്ക്രിപ്റ്റിൽ ചേഞ്ച് ഉണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, ഇത് എന്താണ്
എന്നുള്ളത്. ഞാൻ പറഞ്ഞു നോ ടെൻഷൻ, ഇതാണ് വേണ്ടത്. അപ്പം എന്തായാലും പ്രൊഡക്ഷൻ അറിയിക്കണമല്ലോ, കാരണം 3 ദിവസത്തേക്കാണ് നമ്മൾ ആ വീട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തീരാൻ പോകണേ, 2 ദിവസം അവിടെ ബാലൻസ് ചെയ്തു. അപ്പം ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ശ്രീധേട്ടനെ വിളിച്ചു. ശ്രീധേട്ടനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്. കൂടെ സുധീഷ് ചേട്ടന് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പുള്ളിയും വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ, നമുക്ക് അത് വിജീഷിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. വലിയൊരു സപ്പോർട്ട് തോന്നുന്നു. എഡിറ്ററെ വിളിച്ചു, എഡിറ്ററോടും ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളിയും പറഞ്ഞു വിജീഷ് നല്ലൊരു ഡിസിഷനാണ്, അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തു. അങ്ങനെ ആ സമയത്ത് നമ്മള് അതായത് ആർട്ടിസ്റ്റിനും തലേത്ത് സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇവരോടും ഇതിന്റെ ചേഞ്ചസ് പറയണമല്ലോ. അവിടെ നിന്ന് ചേഞ്ച് ഒക്കെ പറഞ്ഞ് നമ്മൾ അന്ന് അത് ചെയ്തു. നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് വന്നു, അത് നല്ല രീതിക്ക് വന്ന് ചെയ്തു. ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ആ പോർഷൻ മൊത്തം തീർന്നു. 6:30 ആകുമ്പോൾ തീർന്നു, 6:15 6:30 തീർന്നു. അത് നന്നായിട്ട് വന്നു. എല്ലാവരും ഇവിടെ പോർഷനൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് നൈറ്റ് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ മാഷിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സീൻ മാത്രമേ ഉള്ളൂ, ചെറിയൊരു സീനാണ്. ഇവരൊക്കെ റൂമിലോട്ട് പറഞ്ഞു വിട്ടു. അവിടുന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞ കൂട്ടത്തിൽ നവാസ്ക ഉണ്ടായിരുന്നു. നവാസ്ക ഉൾപ്പെടെ നവാസ്ക ഏറ്റവും കൂടുതൽ ചെയ്യാനുണ്ടായിരുന്ന ഒരു സീനാണ് ഈ 3 ദിവസം ഈ വീട്ടില്. നവാസ്ക ഇവരുടെ കൂടെ ഒക്കെ ആ സീനിൽ നിന്ന് ചെയ്ത് ഏകദേശം ആ 6:15 നമ്മുടെ കൂടെ എല്ലാം ബായി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം, വീട്ടിൽ പോകേണ്ട ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. ആ നവാസ്കനെ പിന്നെ നമ്മൾ കണ്ടില്ല. അത് എന്ത് നിമിത്തമാണെന്ന് എനിക്കറിയില്ല. അത് അപ്പൊ ആ ബാലൻസ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്നുള്ളൊരു ഇപ്പോഴും എനിക്കിത് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തേനെ അവിടെ അന്നന്ന് ആ സ്ക്രിപ്റ്റ് ഒന്ന് തിരുത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും റീഷൂട്ട് ഒക്കെ ചെയ്യേണ്ടി വന്നേനെ. അന്ന് അതൊരു വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് ഇപ്പോഴും കിടക്കുകയാണ്. അതൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റും കൂടെ എന്താണ് നെക്സ്റ്റ് ഡേ സിറ്റുവേഷൻ അറിയാത്തൊരു സീനുമായിരുന്നു. നമ്മളും അതൊരു ഷോക്കായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയായിരുന്നു നിങ്ങളുടെ കൂടെ. പുള്ളി ഓരോ സീൻ കഴിയുമ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ മാറ്റം ഉണ്ടല്ലേ, അടിപൊളിയല്ലേ. ഇതിനകത്ത് പുള്ളി കണ്ണൂർ സ്ലാങ് നന്നായിട്ട്, ഇതിനു വേണ്ടി കണ്ണൂർ സ്ലാങ് എനിക്ക് തോന്നുന്നു പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അത്ഭുതത്തോടെ എല്ലാവരും കാണേണ്ടി വന്നത്. കാരണം പുള്ളി നന്നായിട്ട് കണ്ണൂർ സ്ലാങ് കൈകാര്യം ചെയ്യായിരുന്നു, അതിനുവേണ്ടി പഠിക്കായിരുന്നു. ഓരോ സമയത്ത് വന്നിട്ട് എന്നോട് ചോദിക്കും. ഞാൻ ബേസിക്കലി ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. കണ്ണൂർ സ്ലാങ്ങും പരിപാടിയൊക്കെ നമുക്ക് അത്യാവശ്യം അറിയുന്നതുകൊണ്ട് ഗണുവിനും അറിയാം, പല കാര്യങ്ങളും ഗണുവായിട്ടും സംസാരിക്കും. അപ്പം എൻ്റെ അടുത്ത് കൊണ്ട് ചോദിക്കും, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, ഇത് സെറ്റല്ലേ? ഞാൻ നിങ്ങള് എന്നെക്കാളും നന്നായി സംസാരിക്കുന്നല്ലോ കണ്ണൂർ സ്ലാങ്, നിക്കണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ, ഇവന്മാരുടെ അടുത്തെല്ലാം ഒരു മാറ്റം വരണ്ടേ. ഞാൻ പറയാം, ഓരോ സീൻ കഴിയുമ്പോൾ വന്നിട്ട് പറയും, ഇതിൽ ഞാൻ അടിപൊളിയാകും അല്ലേ? ഞാൻ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചന്നം പിന്നെ ഇതുപോലത്തെ ക്യാരക്ടർ ഇടും, ഒരു പേടിയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. പക്ഷെ എന്തോ പുള്ളിക്ക് ഒരു, അതായത് പുള്ളി ഈ സിനിമയിൽ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു സീൻ ഉണ്ടായിരുന്നു. വിജീഷേട്ടൻ പറഞ്ഞപ്പോ ഞാൻ, കാരണം നമ്മളത് 3 ദിവസം പ്ലാൻ ചെയ്ത സീനാണ്. ഇപ്പഴേ ഞാനും അത് ഓർത്തു, അന്ന് ഞാൻ അത് ഓർത്തിട്ടില്ല. അതെ, 3 ദിവസം പ്ലാൻ ചെയ്ത സീനാണ്. വല്ലാത്തൊരു മിസ്സിംഗ് തന്നെയാണ്. നിങ്ങളുടെ കൂടെ കോമ്പിനേഷൻ ഉണ്ടായോ? ഞാൻ വീട്ടിലേക്ക്, പുള്ളിയായിട്ടുള്ള സീൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴാണ് വിജയ് വിളിക്കുന്നത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് ഒട്ടും ബിലീവബിൾ, കാരണം ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അന്ന് മൊത്തം ചെയ്ത് ആ ലാസ്റ്റത്തെ പരിപാടിയൊക്കെ ചെയ്ത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു പിരിഞ്ഞിരുന്നത്. പിന്നെ വളരെ അപ്രതീക്ഷിതമായിരുന്നു. പക്ഷെ എന്തായാലും പുള്ളി ഈ സിനിമയുടെ ഭാഗമാണെന്ന് പറയാൻ വളരെ സന്തോഷം. ആളുടെ ക്യാരക്ടർ പുറത്തു പറയാൻ പറ്റുന്നതാണോ? അല്ല, ആള് നിലവിൽ ചെയ്തിട്ടുള്ള നല്ലൊരു സീരിയസ് ക്യാരക്ടറാണ് പുള്ളി ഫാദറായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കണ്ണൂരിലൊരു പാർട്ടി സെക്രട്ടറിന്റെ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്ക് ഏറ്റവും സന്തോഷമുള്ള, അതായത് ആ സിനിമയിൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. നിർഭാഗ്യം വെച്ചാൽ നമുക്കത് എടുക്കാൻ പറ്റിയില്ല ആ സീൻ. കാരണം വെച്ചാൽ അതിനു മുന്നേ പുള്ളിയുടെ മക്കൾ എന്നെ കാണാൻ വന്ന സമയത്ത്, അതായത് അപ്പച്ചിയുടെ എന്തെങ്കിലും ഒരു സീൻ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കള് വാ കാണിക്കാം. അപ്പൊ അവര് വന്നിട്ടാകുമ്പം ഞാൻ എൻ്റെ സുഹൃത്തിന്റെ ശങ്കർ ശർമ്മത്തിന്റെ BGM ചെയ്ത പുള്ളിയാണ്, പുള്ളിയുടെ സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുപോയി ഞാൻ പ്രൊഡക്ഷനോട് ഇങ്ങനെ അറിയിച്ചു, ഇങ്ങനെ കുട്ടികളെ കാണിച്ചോ എന്താ. അപ്പൊ അവര് വന്നിട്ട് എന്നോട് ആദ്യം ചോദിച്ചു, ബാപ്പച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സീൻ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരുമോ. പക്ഷെ ആ സീൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊരു വിഷമമുണ്ട്. കാരണം വെച്ചാൽ പുള്ളി ഏറ്റവും കൂടുതൽ ചിരിച്ചത് ആ സീനിലാണ്. ഞാനും ശ്രീഹരിയും പുള്ളിയോട് കഥ പറയുന്ന സമയത്ത് പുള്ളി ഒരുപാട് ചിരിക്കും. അത് വീട്ടിൽ പോയി പറഞ്ഞ കുട്ടികളുടെയും വൈഫിന്റെ അടുത്തൊക്കെ ഒരുപാട് ചിരിച്ചൊരു സീനായിരുന്നു. അതെന്തോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അതൊരു നഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഇത്രയും കണക്റ്റഡ്, എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ സിറ്റുവേഷനും അതിനുശേഷവും പിന്നെ ഉണ്ടാവുന്ന മൊമെന്റ്സും
അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ കോമഡി ഹാൻഡിൽ ചെയ്യുക, കോമഡിയുടെ കൂടെ തന്നെ ഹൊറർ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പേടിച്ച പോലെ അഭിനയിക്കുക എന്ന് പറയുന്നത് അത് റിയൽ ആയിട്ടും കോമഡിയിലും കൊണ്ടുവരുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി ഏതാണ് കൂടുതൽ ഡിഫറെൻറ്റ് നമുക്ക്, ഐ മീൻ ഏതാണ് ആക്ച്വലി കൂടുതൽ ഡിഫിക്കൽട്ട്, ഒരു സീരിയസ് കോമഡി റോൾ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു ഹൊറർ കോമഡി ചെയ്യുന്നതാണോ? ഹൊറർ കോമഡി സീരിയസ് കോമഡി ഉണ്ടാവാറുണ്ട്, എനിക്ക് മനസ്സിലായില്ല ആ ജോണർ എന്താണ്. അതായത് ഹൊറർ അല്ലാത്ത രീതിയിൽ നോർമൽ ഹ്യൂമർ. ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ഏരിയ തന്നെ കുറച്ച് എന്താ പറയണ്ടത്, വളരെ കെയർഫുള്ളി ഹാൻഡിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് അതിന്റെ ഒന്നിക്ക് താഴെ അല്ലെങ്കിൽ മുകളിൽ എന്നുള്ള മീറ്ററിൽ അതിന്റെ നടുക്ക് നിൽക്കുക എന്ന് പറഞ്ഞൊരു സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഹ്യൂമർ എന്തായാലും ചെയ്യാൻ പാടാണ്. അപ്പോൾ ഹൊറർ എസ്പെഷ്യലി അതും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും നമ്മൾ എന്തിനോടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ശരിക്കും പേടിക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് ഇത് ഉണ്ടോ ഇല്ലയോ ഒന്നും പറയാത്തൊരു സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹ്യൂമർ ഈസ് ഓൾവേസ് എന്താ പറയണ്ടേ, കുറച്ച് പണിയുള്ള പരിപാടിയാണ്. 2025 ഇയർ എല്ലാവർക്കും പേഴ്സണലി കുറെ അച്ചീവ്മെന്റ്സ്, കുറെ നല്ല ഹാപ്പനിങ്സ് ഒക്കെ ഉണ്ടായിട്ട്. ഇപ്പൊ അമീനാണെങ്കിൽ ആദ്യത്തെ സിനിമ ചെയ്തു, മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആയി, സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റിലും സാഗറിന്റെ പണി എന്ന സിനിമയ്ക്ക് അപ്രീസിയേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, റെക്കഗ്നേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമല്ലിലേക്ക് ഒരുപാട് അവാർഡുകൾ വന്നു. വർഷം 2025 പേഴ്സണലി നമുക്ക് നോക്കുകയാണെങ്കിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു. ഇൻ ഗോയിങ് ബാക്ക്, കമ്മിങ് അഗൈൻ ടു 2026, ഈ 2026 വർഷത്തിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു കാര്യം, ഈ കാര്യം ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും പേഴ്സണലി, മേ ബി ഇൻ പ്രൊഫഷൻ ആയാലും. പേഴ്സണൽ ഗോൾസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പേഴ്സണൽ ഗോൾസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഗോൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുകയാണ് ഏറ്റവും ചെയ്യേണ്ട പരിപാടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു സൂപ്പർസ്റ്റിഷൻ ആണോ? അതൊരു സൂപ്പർസ്റ്റിഷൻ ആയിരിക്കാം. അത് സൂപ്പർസ്റ്റിഷൻ പലപ്പോഴും അതൊരു ചിലപ്പോ ഒരു ഈ നമ്മളിപ്പോ നമ്മളൊരു പരിപാടി നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു അച്ചീവ്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അതറിയാം. പുള്ളി അത് ചിലപ്പോ പുള്ളി ഏത് തരത്തിലാണ് അത് പെർസീവ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പുള്ളിക്ക് ഇവൻ അങ്ങനെ നന്നാൻ പോവാണല്ലേ, ഓക്കെ. അപ്പൊ അവിടെ തന്നെ നമുക്കുള്ളൊരു നെഗറ്റീവ് എനർജി നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയും. അത് അപ്പൊ നമ്മൾ പേഴ്സണൽ ഗോൾ ഒരുപാട് പറഞ്ഞതിനേക്കാളും നല്ല നമ്മൾ കുറച്ച് ഏറ്റവും കൂടുതൽ ലിമിറ്റഡ് ആയി നമ്മളുള്ളിൽ വെക്കുക, സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ്. വർക്ക് ഇൻ സൈലൻസ് ആൻഡ് സെലിബ്രേറ്റ് ആ ഒരു സാധനല്ലേ മറന്നുപോയത്. സാഗറിന്റെ ഒരു പേഴ്സണൽ 2026ലേക്ക് കടക്കുന്ന സമയത്ത് ചെയ്യണമെന്ന് ചെയ്യേണ്ടാത്ത കാര്യം പറഞ്ഞില്ല കേട്ടോ, അതായത് ഈ കാര്യം ഞാൻ ഒഴിവാക്കാം എന്നുള്ളത്. അത് പറഞ്ഞപ്പോ എനിക്ക് എന്തുകൊണ്ടൊരു ഒഴിവാക്കേണ്ടതായിട്ടുള്ള എന്തോ ഉണ്ട് മനസ്സിലാവില്ലേ? അതുണ്ടാവുമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ലോ. ഓക്കെ, അപ്പൊ ഒഴിവാക്കേണ്ടതായിട്ടൊരു കാര്യം ഉണ്ട്, ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യന്മാർക്കല്ലോ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. സാഗറിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലത്. പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രമേ എല്ലാവരും കണ്ടാൽ മതി. അതെ, ഇതിപ്പോ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എനിക്ക് നേരിയായിരിക്കും എന്റെ ദോഷം വരിക. ഇവനിങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ, ഇവനിങ്ങനെ അറ്റാക്ക് ചെയ്യാം, അപ്പൊ അവിടെ പറയാണ്ടിരിക്കുന്നതായിരിക്കും നന്നാ. അത് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്റെ പേഴ്സണലി ഹൈ തരാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും ഇനി 2026 ഞാനിത് ചെയ്യണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം? ഇത് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും വർഷം ഇതിന് പുറകെ നടന്നിട്ട് കഴിഞ്ഞ വർഷപ്പോഴാണ് എനിക്കൊരു കുറച്ചുകൂടി വിസിബിലിറ്റിയും വന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അതിന്റെ ഗ്രാഫ് മേടിക്കുക, അപ്പാക്കാൻ ലിഫ്റ്റ് ചെയ്യുക, അത് മാത്രം തന്നെയുള്ളൂ എപ്പോഴും മനസ്സിൽ. അമീന്റെയോ? മെയിനായിട്ട് പ്രകമ്പനം ഹിറ്റ് അടിക്കുക. അമീന് ബാക്ക് ടു ബാക്ക് റിലീസ്. അമീന് പ്രകമ്പനം കഴിഞ്ഞാൽ ഡെർബി ഉണ്ട്, ഡെർബി കഴിഞ്ഞാൽ വാഴ 2 ഉണ്ട്. അമീൻ തന്നെ എന്നിട്ടും എന്തിനാ എളിമയാ നോക്കിയേ. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ സംഭവിച്ചെങ്കിലേ, ഞാനിങ്ങനെ ഡബിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് പുള്ളി മറ്റൊരു പടം കഴിഞ്ഞ് ഏകദേശം എനിക്ക് തൃശ്ശൂരിന്ന് തൃശ്ശൂരിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ വരുന്നു, ഡബ് ചെയ്യുന്നു, രാത്രി 2 മണി 3 മണിക്ക് വീണ്ടും തിരിച്ചു പോകുന്നു, അവിടെ ആക്ട് ചെയ്യുന്നു, പിറ്റേ ദിവസം വീണ്ടും വരുന്നു. ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ പറയാം, ഇത് പണ്ട് ലാലേട്ടനൊക്കെ ഇങ്ങനെയായിരുന്നു. അന്നേരം പുള്ളി അങ്ങനെയൊക്കെ ആകുമായിരിക്കും, ഇതൊന്ന് ചെയ്തു പോയോ, നീ ഇത് ചെയ്തു പോകും. പ്രകമ്പനം ഹിറ്റ് അടിക്കുക. കാരണം കുറെ എല്ലാരും അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുള്ള ഒരു പരിപാടി. അത് ഹിറ്റാകുമ്പം ഉറപ്പായിട്ടും പിന്നെ അങ്ങോട്ടുള്ള എല്ലാം നല്ലതായിരിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു എഫേർട്ട് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട് മൊമെന്റ്സ് ഷെയർ ചെയ്യുമ്പോഴായാലും അതിലേക്ക് വരുമ്പോൾ. ഇനി നമുക്കൊരു ചെറിയ റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? സ്പെഷ്യൽ റാപ്പിഡ് ഫയർ ഫ്രം ക്യൂ സ്റ്റുഡിയോ. നിങ്ങൾ ഒരു മൂവി യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
ഏത് യൂണിവേഴ്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു ഡയറക്ടർ യൂണിവേഴ്സ്, അപ്പോൾ സത്യനന്ദിക്കാട് യൂണിവേഴ്സ് പോലെ, ജീത്തു ജോസഫ് യൂണിവേഴ്സ് പോലെ, അങ്ങനെ ഒരു യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏത് സിനിമയിൽ സെറ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ജീവിക്കണം ആണ് ആഗ്രഹം? എനിക്കിപ്പോ പറഞ്ഞ പഞ്ചാബി ഹൗസ് നമ്മൾ 3 പേര് അതെങ്ങനെയായിരിക്കും ഒന്ന് 4 ലൊക്കേഷനിലൊക്കെ ഒന്ന് പോയിരുന്ന കൊള്ളാവുന്ന ആ യൂണിവേഴ്സ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്ത് കൊള്ളാൻ തോന്നുന്നു. പഞ്ചാബി ഹൗസ്. ഐ മീൻ ഇപ്പൊ ഞാൻ റീസെന്റ് ആണ് മറ്റേ അവതാറിന്റെ ഒരു പരിപാടി ഞാൻ ഫോളോ ചെയ്തത്. എനിക്ക് International. ഭയങ്കര അതെ, അതെ. എനിക്ക് ഭയങ്കര അത് സത്യനന്ദിക്കാട് പറഞ്ഞ് അവതാറിന്റെ ഒരു പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അവരാ കുതിരയാ? അല്ല, ആ ഒരു ബോഡി പരിപാടിയൊക്കെ ഉണ്ടല്ലോ. കൂടുതൽ ഞാൻ പടം കണ്ടിട്ടില്ല. ആ പടം ഷോർട്സ് കണ്ടിട്ടുള്ളൂ, കൂടുതൽ ചോദിക്കും പടം കണ്ടിട്ടില്ല. റീൽസ് കണ്ടിട്ടുള്ളൂ. അവതാർ അവർക്ക് പറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് ഇന്റർനാഷണൽ വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. ഗണപതിക്കോ? എനിക്ക് ചുരുളിയിലെ വേൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ കാര്യങ്ങള് നമുക്ക് ആ പടത്തിൽ ഇങ്ങനെ പഠിക്കാൻ ഇനി പറ്റി. എന്തൊക്കെയോ എന്താണ് കംപ്ലീറ്റ് ആ വേൾഡ് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ വാറ്റൊക്കെ അടിച്ച് വെടിയർച്ചൊക്കെ കഴിച്ച് രണ്ടു വർത്തമാനമൊക്കെ പറഞ്ഞ്. ഓക്കെ, ഇത് ചുരുളി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, ഈ ചുരുളി യൂണിവേഴ്സിലേക്ക് ഗണപതിയുടെ ഒരു പ്രൊഫഷണൽ ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരെ കൊണ്ടുവരും? ഫ്രണ്ടിനെ കൊണ്ടുവരാനോ? ആ, വർക്ക് സ്പേസിൽ ഒരു ഫ്രണ്ടിനെ, ഒരു കൊളീഗിനെ. ബാലു ആയാലും വർച്ചു ആയാലും ചന്തു ആയാലും ആരായാലും കുഴപ്പമില്ല. കട്ടക്ക് പിടിച്ചിരിക്കണ ആരായാലും. ആരെങ്കിലും വിജയ് ഒരു യൂണിവേഴ്സിലേക്ക്. അയ്യോ, ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോന്ന് കാണുമ്പോൾ എനിക്ക് നമുക്ക് അങ്ങനെ തോന്നും. നമുക്ക് റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സ് തന്നെ പറ്റുള്ള അതിന്റെ ഇടയിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു റാപ്പിഡ് എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളതാണ് അല്ലേ? അങ്ങനെ എന്നാലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മൂവി എന്റെ മൈൻഡിലേക്ക് തരും. അങ്ങനെ എല്ലാ സിനിമയും ഇഷ്ടമാണ്. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഓരോ സിനിമക്കും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അതിന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇന്നാളുടെ സിനിമയിൽ ഇഷ്ടമാണ്. അടിപൊളി. പ്രകമ്പനം സിനിമ കഴിഞ്ഞതിന് ശേഷം ലേൺ ചെയ്തൊരു കാര്യം? പടം കഴിഞ്ഞാൽ കോണ്ടാക്ട് അവിടെ വിടണം. ബില്ലെടുക്കരുത്, അത് കഴിയുന്നത് ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്താ ചോദ്യം ഒന്നും പറഞ്ഞത്? പ്രകമ്പനം സിനിമയില് നിങ്ങൾ പഠിച്ചൊരു കാര്യം, ലേൺ ചെയ്തൊരു കാര്യം. അത് ചിലപ്പോൾ ഒരു ലൈഫ് ലെസൺ ആവാം, എന്തെങ്കിലും ഒരു ടാലന്റ് ആവാം. ഈഗോ ഇല്ലാണ്ട് വർക്ക് ചെയ്താൽ പടം നല്ല രീതിയിൽ വരും എന്നെനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാരും അങ്ങോട്ട് ഈഗോ പരിപാടി അങ്ങനെ ഒന്നുമില്ല. അല്ല, ഈ പറഞ്ഞ എനിക്ക് ഞാൻ പറയാനുള്ള ഈ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നില്ല, ഞാൻ തലകുത്തിക്കണ പോസ്റ്റർ, അത് അപ്പൊ അതിനകത്ത് മിഡിൽ നിർത്തണം എന്നെ ഗണിച്ചേട്ടനാണ്. ഞാൻ ഓക്കെ, എൻ്റെ അടുത്ത് പറഞ്ഞ ഇതായിരിക്കും മെയിൻ പോസ്റ്ററായിട്ട് ഒരെണ്ണം ഇറങ്ങാൻ പോകുന്നത്. ഗണിച്ചേട്ടൻ എന്നെ പിടിച്ച് തടക്കരുത്. ഞാൻ ഓക്കെ. അപ്പൊ അതൊക്കെ ഈ ഈഗോ ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിയാണ്. ലെസൺ ആയിട്ടുള്ള എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഓരോ സ്ഥലത്ത് നിന്ന് അങ്ങനെ ഉള്ളതായിട്ടുള്ളൊന്നുമില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചില സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് ചില ടേക്ക് അവേസ് ഉണ്ടാവുമല്ലോ. അത് എല്ലാ സിനിമയിലും ഇങ്ങനെ നിർബന്ധമായിട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത്, വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ് പ്രകമ്പനം. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ടേക്ക് അവേ. കുറെ നല്ല സുഹൃത്തുക്കളെ കിട്ടി എന്നുള്ളതാണ് ഒരു ടേക്ക് അവേ. ഒരു സിനിമ സെറ്റ് എന്നുള്ളൊരു ഫീൽ ഇല്ല. ഇവര് ശരിക്കും 3 പേര് അവിടെ ഹോസ്റ്റൽ ലൈഫിൽ ജീവിക്കായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. സിറ്റുവേഷൻ സീരിയസ് ആയിട്ട് നമ്മളോട് പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്രെയിമിലേക്ക് വന്ന് ചെയ്ത് പുറത്തു വിട്ട് ഇവര് വീണ്ടും ഭയങ്കര കോമഡി അടിക്കുക, അവിടെ കൗണ്ടർ അടിക്കുക, ഭയങ്കര തമാശ പറയാം. ഞാനിങ്ങനെ മാറുന്നു, ദൈവമേ ദൈവന്മാര് കൈവന്ന് പാടുവോ. വീണ്ടും വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതേ മെറ്ററിലോട്ട് കയറുന്നുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഇവിടെ ഇവര് എങ്ങനെയാണ് എൻജോയ് ചെയ്തത്. അപ്പൊ അത് ഞാനും അതിന്റെ ഒരു ഭാഗമായിട്ട് പുറത്തുനിന്നെല്ലാം കാണും. ടൈം കിട്ടുമ്പോൾ ഇവന്മാരുടെ ക്യാരവണിൽ പോയി ഞാനും പോയിരുന്നു കുറച്ച് കൗണ്ടർ അടിച്ച് നമ്മള് ഭയങ്കര എൻജോയ് ചെയ്തു. ഈ ഡയറക്ടർക്ക് നിങ്ങളെ കുറിച്ച് ഭയങ്കര മതിപ്പാണല്ലോ. തീർച്ചയായിട്ടും. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എന്റെ റൈറ്ററോട് ഞാൻ പറഞ്ഞടാ, അവന്മാരെ വെച്ചിട്ട് അടുത്തൊരു പരിപാടി കൂടി പ്ലാൻ ചെയ്യണം. അത് അവർക്ക് മിസ് ആയിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, കുറച്ച് ആക്ടേഴ്സ് ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് എന്നെ വിളിച്ചു, ചേട്ടാ നമ്മുടെ വൈബില്ല ചേട്ടാ, എനിക്ക് പ്രകമ്പന സെറ്റ് ഭയങ്കര മിസ് ചെയ്യുന്ന ചേട്ടാ. അതാ ഞാൻ പറഞ്ഞടാ, എല്ലാ സെറ്റും ചിലപ്പോൾ അതുപോലെ ആകുന്നില്ല.
ഓരോ സിനിമക്കും അതിൻ്റെതായ സ്വഭാവം. അത് വേറെ ആരുമില്ല, ഞാൻ തന്നെ. ഓരോ സിനിമക്ക് അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലായിടത്തും ആ വൈബ് കിട്ടണമെന്നില്ല. നമുക്ക് വന്നു അടുത്ത ഇതല്ലെങ്കിൽ മറ്റൊരു പടത്തിൽ എനിക്കത് കിട്ടും. ഞാൻ എപ്പോഴും നമ്മുടെ സെറ്റ് എപ്പോഴും നമ്മളൊരു വൈബായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഒരു കാര്യത്തിലും ആർട്ടിസ്റ്റിനെ ബുദ്ധിമുട്ടിക്കില്ല. അവരുടെ കൂടെ ഉള്ള ഒരാളായിട്ട് നിന്നിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ മൂഡ് എങ്ങനെയാന്ന് നോക്കും, അതിനനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഈ കോമഡി ഹൊറർ സിനിമകളിലെ പാട്ടിന്റെ പ്ലേസ്മെന്റും മ്യൂസിക്കിന്റെ ഒക്കെ ഒരു പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ വെരി റീസെന്റ് റിലീസ് ആയതാണ് തള്ള വൈബ് എന്ന് പറഞ്ഞ സോങ്. എല്ലാ കോമ്പിനേഷനും പെർഫെക്റ്റ് ആണ്. ഇപ്പൊ പ്രണവൻഷി സാർ ആയാലും അതേപോലെ തന്നെ പുഷ്പവതി ആയാലും പിന്നെ അതേപോലെ മ്യൂസിക് ബിബിൻ ആയാലും വിനായക് ആയാലും കറക്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കിഡിലൻ പാട്ടാണ്. 3-4 ദിവസം റിലീസായിട്ട് മില്യൺസ് ഓഫ് വ്യൂസ് കഴിഞ്ഞ് യൂട്യൂബില്. ഈ പാട്ടും അതിന്റെ പ്ലേസ്മെന്റും അതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതിപ്പം കേൾക്കുന്നതിൽ കിടിലം പടം കാണുമ്പോഴത്തേക്ക് അത് പ്ലേസ് ഈ പടത്തില് ആക്ച്വലി വരുമ്പോ കുറച്ചും കൂടെ ഭയങ്കര ഇമ്പാക്ട് എന്താണെന്നുള്ളത് സാധനം കുറച്ചുകൂടെ മനസ്സിലാവും. കറക്റ്റ് വീഴേണ്ട സ്ഥലത്ത് തന്നെയാണ് പാട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള കുത്തിക്കെറ്റുകൾ ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ടിൽ വേണ്ട സമയത്തൊക്കെ വരുന്നുണ്ട്, നല്ല പാട്ടുകളാണ്. ഞാൻ ബിബിന്റെ കൂടെ മന്ദാകിനി വർക്ക് ചെയ്തത്. എനിക്ക് നല്ല വിധുമുഖി എന്ന് പറഞ്ഞൊരു പാട്ട് തന്ന ബിബിൻ അശോകാണ്. അപ്പൊ എനിക്കിഷ്ടമാണ് പുള്ളിയുടെ ഒരു പരിപാടി. അപ്പൊ എല്ലാവർക്കും അത് വർക്കായി. അങ്ങനെ ഈ നിങ്ങളുടെ പോലെ തന്നെ ഈ നമ്മുടെ കംപ്ലീറ്റ് കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റും അതേപോലെ തന്നെ ശ്രദ്ധിച്ചായിരുന്നു. കുഞ്ഞികൃഷ്ണ മാഷായാലും നവാസിക്ക അസീസിക്ക ആയാലും പിന്നെ അതേപോലെ തന്നെ സിനിമയുടെ തുടക്കം മുതലേ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. ആദ്യം കംപ്ലീറ്റ് ഒരു വൈബ് ബോയ്സിനെ വേണമെന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരും വേണമെന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. നമ്മളെല്ലാ ദിവസവും കാസ്റ്റിംഗ് ഡയറക്ടർ ഇരിക്കുകയാണല്ലോ, അപ്പൊ എനിക്ക് എന്റെ അവസരം യൂസ് ചെയ്യാലോ. സോ ഈ ഒരു നിങ്ങളുടെ പോലെ തന്നെയാണ് ഈ കംപ്ലീറ്റ് കാസ്റ്റും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബോയ്സ് ഹോസ്റ്റലാണ് ഫസ്റ്റ് പോസ്റ്റ് റിലീസ് ആവുന്ന സമയത്ത് ലെറ്റർ വരുന്നത്. അപ്പൊ ഈ സ്റ്റോറി വരുന്ന സമയത്തായാലും അടികപ്പേരെ കൂട്ടമണിയുടെ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, രോമാഞ്ചത്തിന്റെ ഉണ്ട്, ആവേശത്തിന്റെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് എന്നാണ് പൊതുവെ നമ്മൾ ഇപ്പൊ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വാട്ട് ഈസ് പ്രകമ്പനം അതർ ദാൻ ദിസ്? ഒരു വൺ വേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതർ ദാൻ ദിസ് തന്നെയാണ് ആക്ച്വലി. കാരണം വെച്ചാൽ ഇത് നമ്മളായിട്ട് ഇതിൽ ഒരു അടികപ്പേരെ കൂട്ടമണി ഉണ്ടെന്നോ രോമാഞ്ചം ഇത് നിങ്ങൾ പെർസീവ് ചെയ്താണ്, ജനങ്ങൾ പെർസീവ് ചെയ്യുന്നതാണ്. ഇത് എങ്ങനെ ആയിരിക്കാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡീകോഡിംഗ് ആണല്ലോ. അതെ അതെ. ഇപ്പൊ ഒരാളുണ്ട്, എനിക്ക് അറിയില്ല കൃത്യമായിട്ട് പേര്, പുള്ളി പടത്തിന്റെ ഇറങ്ങുന്നതിന് മുമ്പേ ഡീകോഡ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു പരിപാടി പറയാന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിട്ട് പുള്ളിക്ക് എന്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൂടാ ഈ സമയം കൊണ്ട്. ഇത്രയും ഡീകോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് അങ്ങനെയല്ല അതിന്റെ ഒരു പരിപാടി പോകുന്നത്. അതർ ദാൻ ദാറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് വേറൊരു പടം പ്രകമ്പനം എന്ന് പറഞ്ഞൊരു സിനിമ. ഇതിന്റെ ഒരു ഫ്ലേവറുകൾ ഈ പറഞ്ഞ ഹൊറർ കോമഡി എലമെന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല എന്റെ കഥാപശ്ചാത്തലവും പരിപാടിയായിട്ട് അത് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അങ്ങനെ തന്നെ പോട്ടെ. അതെ, ഈ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞ പോലെ അടിക്കരോ രോമാഞ്ചോ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡിസ്കഷൻസ് നടക്കട്ടെ, എന്നാലേ ഈ പടത്തിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുള്ളൂ. അങ്ങനെയുള്ള റെഫറൻസ് പരിപാടികളൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ നല്ല സിനിമകളായതുകൊണ്ട് കേട്ടോ. അതെ, അല്ലെങ്കിൽ സംസാരിക്കേണ്ടായിരുന്നു. പ്രകമ്പനം എന്ന് പറയുമ്പോ ഇനി ആ പടം കണ്ടു കഴിഞ്ഞാൽ പറയാം. നെക്സ്റ്റ് ഇനി ഈ പറയുന്ന ഒരു അതെ, ഇത് പ്രകമ്പനം പോലത്തെ ഒരു മൂവി ആട്ടെ, പ്രകമ്പനം അടിയപ്പേരെ കൂട്ടമണി രോമാഞ്ചം അങ്ങനെ പറയട്ടെ. അത്തരം സിനിമയായിട്ട് മാറാനുള്ള എല്ലാവിധ ചാൻസസും അതിലുണ്ട്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും. So thank you so much for your time and wishing you all the very best. Thank you. Expecting a magic from you. Thank you. Thank you. Thank you.